Today we are going to discuss some of the important exam-based questions on ESHR. നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എൻവയോൺമെൻറ്റ് സയൻസിന് പാർട്ട് ബി സി എന്ന സെഷൻസിൽ വരാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ടുഡേ വി ആർ മൂവിങ് ഓൺ ടു ദ പാർട്ട് എ സെഷൻ. ഓക്കെ, അപ്പോൾ ആരെങ്കിലും ആ ബിയുടെ സെഷൻ്റെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. അതിനകത്ത് എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എൻവയോൺമെൻറ്റ് സ്റ്റഡീസ് പോലെ തന്നെ ബാക്കി സബ്ജക്ട്സിൻ്റെയൊക്കെ വീഡിയോസ് ഉണ്ട്. സോ ചെക്ക് മൈ list, that is playlist and total. Okay, so we can move on to the questions. അപ്പോൾ പാർട്ട് എയിൽ വരാവുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ the first question is, what is green myopia? Second, what are the functions of soil? What are UNESCO, UNICEF as well as WHO? What is ICCPR and what are the types of food chains? അപ്പോൾ ഇതിനകത്ത് നമ്മളുടെ ഗ്രീൻ മയോപ്പിയ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രീൻ ഓൺടർപ്രീനർഷിപ്പ് ഭാഗത്ത് വരുന്നതാണ്. ദെൻ ഫങ്ഷൻസ് ഓഫ് സോയിൽ അത് ഫസ്റ്റ് മൊഡ്യൂളിൻ്റെയാണ്. യുനെസ്കോ യുണിസെഫ് എല്ലാം ലാസ്റ്റ് മൊഡ്യൂളും ICCPRും ലാസ്റ്റ് മൊഡ്യൂളാണ്. ആൻഡ് ദ ടൈപ്സ് ഓഫ് ഫുഡ് ചെയിൻ ഫസ്റ്റ് മൊഡ്യൂളാണ്. ഓക്കെ, സോ ഐ ഹോപ്പ് ദാറ്റ് യു ഓൾ നോ അല്ലേ. അപ്പോൾ നമുക്കിനി ഒരു ക്വസ്റ്റ്യൻസ് മാത്രം നോക്കാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാസ്, വാട്ട് ഇസ് ഗ്രീൻ മയോപ്പിയ? ഗ്രീൻ മയോപ്പിയ എന്ന് പറയുന്ന ഒരു ഗ്രീൻ മാർക്കറ്റിംഗ് കൺസെപ്റ്റിൽ വരുന്ന അതിനകത്തെ ഒരു ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ഒരു ഇവൽ ആയിട്ടുള്ള കാര്യമാണ് ഗ്രീൻ മയോപ്പിയ. സോ ഓൾ കമ്പനീസ് നീഡ് ടു അവോയ്ഡ് ഒരു മോശവശമാണ്. ഓക്കെ, സോ ഗ്രീൻ മയോപ്പിയ ഇസ് ദാറ്റ് ദ കമ്പനി ഷുഡ് സ്ട്രൈവ് ടു അവോയ്ഡ് ഗ്രീൻ മയോപ്പിയ വെർ പ്രൊഡക്ട്സ് ആർ അബ്സല്യൂട്ട്ലി ഗ്രീൻ ആൻഡ് ഏലിയേറ്റ് ദ കസ്റ്റമർ ബേസ്. ഒരു കസ്റ്റമർ ബേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഗ്രീൻ എന്നൊരു കൺസെപ്റ്റ് വല്ലാണ്ട് കൊണ്ടുവരത്തില്ലേ ഒരു പ്രൊഡക്റ്റിൽ, അത് ആ ഒരു കൺസെപ്റ്റിനെയാണ് ഗ്രീൻ മയോപ്പിയ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഓർഗാനിക് ആണ് അല്ലെങ്കിൽ ബയോളജിക്കലി സസ്റ്റൈനബിൾ ആണ് എന്ന രീതിയിലെല്ലാം നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് ഒരു പ്രൊഡക്റ്റിനെ സെയിൽ ചെയ്യാൻ നോക്കുകയാണ്. സോ അത് ചിലപ്പോൾ കസ്റ്റമേഴ്സിന് ചിലപ്പോൾ നല്ലൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ കൂടുതൽ ചാൻസിൽ അതൊരു നെഗറ്റീവ് ട്രെൻഡായിരിക്കും നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ വരുത്തുന്നത്. അതിനെയാണ് ഗ്രീൻ മയോപ്പിയ എന്ന് പറയുക. സോ ദ പ്രൈമറി റീസൺ ഫോർ ബീങ് ഗ്രീൻ ഈസ് ടു ക്രിയേറ്റ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ത്രൂ മോട്ടിവേറ്റിംഗ് ആൻഡ് പ്രൊവൈഡിങ് ഗ്രീൻ ബെനിഫിറ്റ്സ്. അല്ലെ, നമ്മൾ ഗ്രീൻ എന്നൊരു കൺസെപ്റ്റ് ചില പ്രൊഡക്റ്റുകളെല്ലാം വാങ്ങുമ്പോൾ ഒന്നുകിൽ ഗ്രീൻ എന്ന് എഴുതിയിട്ടുണ്ടാവും അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി എന്ന് എഴുതിയിട്ടുണ്ടാവും. അതെല്ലാം നമ്മൾ കസ്റ്റമർ ബേസ് കൂട്ടാനും അതിനനുസരിച്ച് നമുക്ക് കൂടുതൽ സെയിൽസ് കിട്ടാനും ഒക്കെയാണ്. പക്ഷേ ചില സിറ്റുവേഷൻസിൽ കസ്റ്റമർ ബേസ് കൂടത്തില്ല, ബിക്കോസ് ദേ സ്റ്റിക്ക് ഓൺ ടു ദ ഓൾഡ് ബ്രാൻഡ്. അവർ ഇതുവരെ യൂസ് ചെയ്തിട്ടിരിക്കുന്ന ആ ബ്രാൻഡിൽ തന്നെ നിൽക്കും. ഇത്ര ഗ്രീൻ ആണെന്ന് പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ കസ്റ്റമേഴ്സ് ചിലപ്പോൾ റെഡി ആവണമെന്നില്ല. അതേപോലെ തന്നെ ചിലപ്പോൾ ഈ ഗ്രീൻ എന്ന് പറയുമ്പോൾ കസ്റ്റമേഴ്സിൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ടാവും, ഓക്കെ ഇറ്റ് വിൽ ബി വെരി കോസ്റ്റ്ലിയർ എന്നൊരു ചിന്തയുണ്ടാവും. ഇതൊക്കെ നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ സെയിൽ കൂട്ടാതിരിക്കും. ഈ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ ഗ്രീൻ മയോപ്പിയ എന്ന് പറയുന്നത്. അപ്പം കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ ഗ്രീൻ എന്ന് കേട്ടാൽ അത് എക്സ്പെൻസീവ് പ്രൊഡക്റ്റ് ആണെന്നും അതുകൊണ്ട് വലിയ വ്യത്യാസങ്ങളില്ല എന്ന് തോന്നുന്ന ഒരു ഫീലിങ്ങിനെ നമ്മൾ ഗ്രീൻ മയോപ്പിയ എന്ന് പറയും. സോ ദിസ് ഇസ് എ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ്, വാട്ട് ഇസ് ദ ഫങ്ഷൻസ് ഓഫ് എ സോയിൽ? സോയിലിൻ്റെ ഫങ്ഷൻസ് എന്താണ്? സോയിൽ നമുക്കറിയാം ഒരു നാച്ചുറൽ റിസോഴ്സ് ആണെന്നും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നും പല പ്ലാന്റ്സ് ആണെങ്കിലും ആനിമൽസ് ആണെങ്കിലും ഹ്യൂമൻ ആണെങ്കിലും ഒക്കെ നിലനിൽക്കുന്നത് സോയിൽ എന്നൊരു ബേസ് വെച്ചാണെന്നും അറിയാം. സോ ദ മേജർ ഫങ്ഷൻസ് ഓഫ് എ സോയിൽ ആർ ദ ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് എ മീഡിയം ഫോർ ദ പ്ലാന്റ് ഗ്രോത്ത്. പ്ലാന്റ്സിന് ഏറ്റവും ബേസ് ആയിട്ട് അതിൻ്റെ ഗ്രോത്തിന് വേണ്ടി സഹായിക്കുന്ന ഒരു മീഡിയമാണ് സോയിൽ. സോയിൽ അല്ലാതെ വാട്ടറും എയറും എല്ലാം ഇപ്പോൾ പ്ലാന്റ് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള മീഡിയം ആവുന്നുണ്ട്, ബട്ട് സോയിൽ is the important one. Okay, so that is the first question. It is a media for plant growth. Second one is, it is a regulator of water supplies. Water supplies it a regulator ആണ്. ലൈക്ക് സോയിലിലൂടെയാണ് കൂടുതൽ പ്ലാന്റ്സ് സോയിൽ വളരുന്ന പ്ലാന്റ്സുകൾക്ക് വാട്ടർ കിട്ടുന്നതും ന്യൂട്രിയൻസ് കിട്ടുന്നതും ഒക്കെ അല്ലേ. അതേപോലെ തന്നെ സോയിലാണ് നമ്മുടെ ഗ്രൗണ്ട് വാട്ടറിനെ ഡിപ്ലീറ്റ് ചെയ്യാതെ സൂക്ഷിച്ച് വെക്കുന്നത്. ഇങ്ങനെ ഒരു ടോപ്പ് സോയിൽ ലെവൽ ഉള്ളതുകൊണ്ടാണ് ഗ്രൗണ്ട് വാട്ടർ ഇവോപ്പറേറ്റ് ചെയ്ത് ഒന്നും നമ്മുടെ എർത്ത് ക്രസ്റ്റിൽ നിന്ന് പോകാതിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് എ റിസർവോയർ ഓഫ് വാട്ടർ സപ്ലൈസ്. അതേപോലെ പോണ്ട്, ലേക്ക്, ഫ്രഷ് വാട്ടർ ഇതെല്ലാം സേവ് ചെയ്യുന്നത് സോയിലിലൂടെയാണ്. ദെൻ ഇറ്റ് ഈസ് എ റീസൈക്കിൾ ഓഫ് റോ റീസൈക്ലർ ഓഫ് റോ മെറ്റീരിയൽസ്. നമുക്ക് പല റോ മെറ്റീരിയൽസ് ആവശ്യം വരുന്നുണ്ട്. ഈ റോ മെറ്റീരിയൽസിൻ്റെ ഒക്കെ ബേസ് വരുന്ന സോയിലാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷന് വേണ്ടി നമുക്ക് ടിമ്പർ വേണ്ടി വരും. ടിമ്പറിൻ്റെ റോ മെറ്റീരിയലാണ്, ടിമ്പർ ഇസ് എ റോ മെറ്റീരിയൽ ആൻഡ് ദാറ്റ് റോ മെറ്റീരിയൽ ഇസ് ഫ്രം ദ എർത്ത് നിന്നും സോയിൽ ഉണ്ടാകുന്ന ചെടികളെയാണ് നമ്മൾ ടിമ്പറായിട്ട് യൂസ് ചെയ്യുന്നത് അല്ലേ. അതേപോലെ തന്നെ പല പ്രൊഡക്ട്സുകളുടെയും റോ മെറ്റീരിയൽസ് എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്യുക? സോയിലിൽ നിന്നാണ്. സോ ഇറ്റ് ഇസ് എ റിസർവോയർ ഓഫ് or the recycler of raw materials. Okay, that is the third one. Fourth one is an habitat for the soil organisms. സോയിലിൽ പല രീതിയിലുള്ള ഓർഗാനിസംസ് ഉണ്ട്. മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്, ദെൻ കുഞ്ഞു ഇൻസെക്റ്റുകളുണ്ട്, സ്മോൾ ക്രോളിങ് ഇൻസെക്ട്സ് അതെ അല്ലേ, ഈ മണ്ണര പോലെയുള്ള ജീവികളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ ഫുഡ് ചെയിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഫസ്റ്റ് ലെവൽ ഓഫ്
കൺസ്യൂമേഴ്സ്. അവരെയാണ് ഫസ്റ്റ് ലെവൽ പ്ലാൻ കൺസ്യൂം ചെയ്യുന്ന അവരെ, അല്ലെങ്കിൽ ഡീക്കേഡ് മാറ്റർ കൺസ്യൂം ചെയ്യുന്ന അവരെ ആയിരിക്കും നമ്മുടെ സെക്കൻഡ് ലെവൽ കൺസ്യൂമേഴ്സ് എല്ലാം യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പ്ലാന്റ്സ് അടക്കം പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് വരെ യൂസ് ചെയ്യുന്ന ഈ ഒരു ന്യൂട്രിയൻസിൽ നിന്നൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ ഹാബിറ്റാറ്റ് ഫോർ ദ സോയിൽ ഓർഗാനിസംസ്. അതേപോലെ നമ്മുടെ എർത്ത് വോംസ് ആണ് ഫാമേഴ്സിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുക. നമ്മുടെ മാനുവർ ക്രിയേഷൻ വേണ്ടിയിട്ടാണെങ്കിലും മാനുവറൊക്കെ മിക്സ് ചെയ്യാനും എല്ലാം ന്യൂട്രിയൻസ് എല്ലാം സ്പ്ലിറ്റ് ചെയ്യാനും എല്ലാം സഹായിക്കുന്ന ഒരു ഓർഗാനിസംസ് ആണ് എർത്ത് വോം. സോ ദിസ് ഈസ് ഓൾസോ എ habitat for the earthworm soil. That is another advantage or the function of a soil. നെക്സ്റ്റ് ഇറ്റ് ഇസ് എ ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് എഞ്ചിനീയറിംഗ് മീഡിയ. നമ്മൾ ഓരോ കൺസ്ട്രക്ഷൻ ആണെങ്കിലും നടത്തുന്നത്, നമ്മുടെ വീടുകളാണെങ്കിലും ഹോട്ടൽസ് ആണെങ്കിലും സ്കൂൾസ് ആണെങ്കിലും എല്ലാം ഹോസ്പിറ്റൽസ് ആണെങ്കിലും എല്ലാം മാനുഫാക്ചർ ചെയ്യുന്നത് സോയിൽ എന്ന മീഡിയത്തിൽ തന്നെയാണ്. സോ ദിസ് ആർ ദ ബേസിക് ഫങ്ഷൻസ് ഓഫ് എ സോയിൽ. സോ ദിസ് ഇസ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ ഫങ്ഷൻസ് ഓഫ് എ സോയിൽ. തേർഡ് ക്വസ്റ്റ്യൻ യുനെസ്കോ, യുണിസെഫ് അതുപോലെ WHO കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഞാൻ ഇതിനകത്ത് യുണിസെഫിനെ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഇന്ന വാസ്റ്റ് ആയിട്ടാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു B സെഷനിലോ C സെഷനിലോ ചോദിച്ചാലും എഴുതാവുന്ന രീതിയിലാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ UN ചെയ്തിട്ടുള്ള കുറച്ച് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ബോഡീസ് എന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യനിന് ഉത്തരം എഴുതാം. UNICEF, WHO, then UNESCO, these all are the organizations or the bodies created by the United Nations. Okay, so the first one is UNICEF. UNICEF എന്ന് പറഞ്ഞാൽ it is the United Nations International Children's Emergency Fund, that is UNICEF. UNICEF എന്ന ഫുൾ ഫോം ആണ് പറഞ്ഞിരിക്കുന്നത്, United Nations International Children's Emergency. Okay, and it was created by the UN General Assembly during the first session in 1946. അത് UN ജനറൽ അസംബ്ലിക്കിലാണ് ആദ്യമായിട്ട് വന്നതും 1946 എന്നാണ് നമ്മുടെ യൂറോപ്പിലൊരു വോർ ഉണ്ടായി. അപ്പോൾ വോറിന് ശേഷം കുറേ കുട്ടികൾ അനാഥരായി, അവരുടെ പാരൻസ് എല്ലാം മരിക്കുകയൊക്കെ ചെയ്തപ്പോൾ അവരുടെ എമർജൻസി നീഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫണ്ടിങ് ആദ്യമായിട്ട് യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി സ്റ്റാർട്ട് ചെയ്തത്. ഇതിലൊരു 36 മെമ്പർ എക്സിക്യൂട്ടീവ് ബോർഡ് മെമ്പർഷിപ്പ് ഉണ്ട്. എന്ന് വെച്ചാൽ പല കൺട്രീസിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് ഇതിൻ്റെ എക്സിക്യൂട്ടീവ് ബോർഡിൽ വരിക. അവരായിരിക്കും ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കുക. അപ്പോൾ ഇവർ കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്ന ഇങ്ങനെയുള്ള എമർജൻസി ഫണ്ടായിരുന്നു. പക്ഷേ കുറച്ചുകൂടി നാൾ കഴിഞ്ഞപ്പോൾ ബൈ 1950 ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ ഇവർ പതുക്കെ എല്ലാ കൺട്രീസിലും, എല്ലാ ഡെവലപ്പിംഗ് കൺട്രീസിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടായി ഈ ഒരു ഓർഗനൈസേഷൻ മാറി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പേര് യുണൈറ്റഡ് നേഷൻ ചിൽഡ്രൻസ് ഫണ്ട് എന്ന് മാറി. ജസ്റ്റ് എമർജൻസി മാത്രമല്ല, എല്ലാ രീതിയിലുള്ള ചിൽഡ്രൻസിനും വന്നു മാൽ ന്യൂട്രീഷനൊക്കെ നോക്കാൻ വേണ്ടി. സോ യുണൈറ്റഡ് നേഷൻ ചിൽഡ്രൻസ് ഫണ്ട് എന്ന പേരിലേക്ക് മാറി. പക്ഷേ യുണിസെഫ് എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. ഷോർട്ട് അക്രോണിം അങ്ങനെ തന്നെ നിന്നിരുന്നു. യുണിസെഫിൻ്റെ മേജർ വർക്കാണ് പറയുന്നത്. ഇപ്പോൾ കുട്ടികളുടെ ആണെങ്കിലും അവരുടെ സർവൈവൽ, ഹെൽത്ത്, വെൽബീയിങ് ഇതാണ് കൂടുതൽ ഫോക്കസ് ആയിട്ട് വരുന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ്, ഇപ്പം വാക്സിൻസ് ആയിട്ട് ഇമ്മ്യൂണൈസേഷൻ ആണെങ്കിലും, അവർക്ക് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ടീച്ചേഴ്സ്, അവരുടെ സാനിറ്റേഷൻ ഹൈജീൻ കണ്ടീഷന് വേണ്ടി സാനിറ്റേഷൻ വർക്കേഴ്സ്, ഹെൽത്ത് കണ്ടീഷന് വേണ്ടി ഡോക്ടേഴ്സ്, ന്യൂട്രീഷണലിസ്റ്റ്, അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ട്രെയിൻ ചെയ്യാൻ യുണിസെഫ് വർക്ക് ചെയ്തിരുന്നു. ഓക്കെ, ട്രെയിനിങ് ഓഫ് ദ ടീച്ചേഴ്സ്, ന്യൂട്രീഷണലിസ്റ്റ്, ഡോക്ടേഴ്സ്, സാനിറ്റേഷൻ വർക്കേഴ്സ് എക്സെട്ര. അതേപോലെ ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കബിൾ ഡിസീസ്, നമ്മളുടെ വൂഫിംഗ് കഫ്, ഡിഫ്തീരിയ, ഓർ പോളിയോ, ഇതുപോലെയുള്ള എല്ലാ കുട്ടികളിലെ എഫക്റ്റ് ചെയ്യുന്ന അസുഖങ്ങളാണ്. അപ്പോൾ അതിനെയൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഇമ്മ്യൂണൈസേഷന് വേണ്ടിയിട്ടും ഉള്ള എഫേർട്സ് യുനെസ്കോ ചെയ്തിട്ടുണ്ട്. അതേപോലെ കുറേ ടെക്നിക്കൽ എയ്ഡ്സും പ്രൊവൈഡ് ചെയ്യും. ടീച്ചിങ് എയ്ഡ്സ് ആയിട്ടാണെങ്കിലും, പൈപ്പ്സ്, ക്ലീൻ വാട്ടേഴ്സ് വില്ലേജസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പൈപ്പ് കണക്ഷൻസ് ആണെങ്കിലും, മെഡിസിൻസ് ആണെങ്കിലും, മെഡിക്കൽ ക്യാമ്പ്സ് ആണെങ്കിലും, ഇതെല്ലാം യുണിസെഫ് ഫണ്ടഡ് ആയിരിക്കും. അപ്പം നമ്മൾ പലയിടത്തും കേൾക്കാറുണ്ട് യുണിസെഫ് ഫണ്ടഡ് ആയിട്ടുള്ള കുറേ പ്രോഗ്രാംസ് എന്ന രീതിയിൽ. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ ക്ലാസ്മേറ്റ്സിൻ്റെയൊക്കെ ബുക്കിൻ്റെ ബാക്കിലൊക്കെ യുണിസെഫ് സ്പോൺസേർഡ് ആണ് ചില സമയങ്ങളിലൊക്കെ. ബിക്കോസ് ദാറ്റ് എമൗണ്ട് വിൽ ഗെറ്റ് ട്രാൻസ്ഫേർഡ്, അല്ലെങ്കിൽ അതിന് ഒരു ഭാഗം യുണിസെഫിലേക്ക് നമ്മൾ ഒരു നോട്ട്ബുക്ക് വാങ്ങുമ്പോൾ അതിൻ്റെ ഒരു രൂപയെങ്കിലും യുണിസെഫിൻ്റെ ഫണ്ടിലേക്കായിരിക്കും പോകുന്നത്. സോ ഇറ്റ് ഈസ് പ്രൊവൈഡ് സെവറൽ മെഡിക്കൽ ഗെയിംസ് ഓൾസോ. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പോൾ കുട്ടികൾ മാത്രമല്ല, കുട്ടികളുടെ പാരൻസ് മീൻസ് കൂടുതൽ മദേഴ്സിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടിങ് ഫെസിലിറ്റീസും നമ്മുടെ യുണിസെഫ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മദേഴ്സിന് വേണ്ടിയിട്ടുള്ള മാൽ ന്യൂട്രീഷൻ എല്ലാം സോൾവ് ചെയ്യാൻ വേണ്ടി, അതേപോലെ എന്തെങ്കിലും കലാമിറ്റീസ്, നാച്ചുറൽ കലാമിറ്റിയോ എന്തെങ്കിലും പാൻഡമിക്കോ എപ്പിഡമിക്കോ പടർച്ചവ്യാധികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ അമ്മയും കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പല മെഷേഴ്സും യുണിസെഫ് എടുത്തിട്ടുണ്ട്. സോ ദിസ് ഇസ് ദ വോട്ട് യു ക്യാൻ റൈറ്റ് അബൌട്ട് യുണിസെഫ്. യുണിസെഫിനെ പറ്റി ചോദിച്ചാൽ എനിക്ക് എത്ര എഴുതാം. അതേപോലെ വേറെ ഒന്ന് ചോദിച്ചാണ് യുനെസ്കോ. വാട്ട് ഇസ് യുനെസ്കോ? യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ, സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ,
സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. നിങ്ങൾ ഇതിൻ്റെ എല്ലാം ഫുൾ ഫോം പഠിക്കണം. ബിക്കോസ് ചിലപ്പോൾ 2 മാർക്സ് ക്വസ്റ്റ്യനിലൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നത് ഫുൾ ഫോം എഴുതാനായിരിക്കാം. വാട്ട് ഈസ് ദിസ്, സോ ഗീവ് ദ ഫുൾ ഫോം ഓഫ് ദിസ്, അങ്ങനെ യുനെസ്കോയുടെയോ WHO ഒക്കെ ചോദിക്കാം. സോ about United Nations Educational, Scientific and Cultural Organization. It's a specialized agency of the UN. UNൻ്റെ തന്നെയാണ്, അതും സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ്. അവർ കൂടുതൽ എയിം ചെയ്തിരിക്കുന്ന വേൾഡ് പീസ് അതേപോലെ സെക്യൂരിറ്റി കൊണ്ടുവരിക എന്ന ഒരു കൺസെപ്റ്റാണ് യുനെസ്കോ ഫോക്കസ് ചെയ്യുന്നത്. ഇതിന് 193 സ്റ്റേറ്റ്സ് ഉണ്ട്. മറ്റേതിനകത്ത് 36 മെമ്പേഴ്സാണ് പറഞ്ഞത്. ഇവിടെ 193 മെമ്പർ സ്റ്റേറ്റ്സ് ഉണ്ട്. അതേപോലെ 7 associate members are also there and some partners from the government, intergovernment and private sector. ഓക്കെ, ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്ന പാരീസ്, ഫ്രാൻസിലാണ്. അവിടെ യുനെസ്കോയ്ക്ക് തന്നെ 53 റീജിയണൽ ഓഫീസസും ഉണ്ട്, 199 നാഷണൽ കമ്മീഷൻസും ഉണ്ട് ഗ്ലോബലി. ഓക്കെ, അപ്പോൾ യുണിസെഫ് പോലെ തന്നെ UN ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ ഏജൻസിയാണ് യുനെസ്കോ. ആൻഡ് ഇറ്റ് ഈസ് ഹാവിംഗ് എ മെമ്പേഴ്സ് ഓഫ് 193. ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഇസ് ഇൻ പാരീസ്. യുനെസ്കോ ആയിരുന്നു ഫസ്റ്റ് UN ഏജൻസി ടു പ്ലേസ് ദ യുണൈറ്റഡ് നേഷൻ 1948 യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. യുണൈറ്റഡ് ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന കൺസെപ്റ്റ് ആദ്യമായിട്ട് നമ്മുടെ കോഴ്സ് ഓഫ് ആക്ഷൻ, ഒരു കോർ ഓഫ് ആക്ഷനായിട്ട് കൊണ്ടുവന്ന ആൾക്കാർ യുനെസ്കോ ആയിരുന്നു ഇൻ 1948. ആൻഡ് ഇറ്റ് ഈസ് എ ഫസ്റ്റ് UN ഏജൻസി ഓൾസോ. ദ പേർപ്പസ് ഓഫ് ദിസ് ഓർഗനൈസേഷൻ, UDHRൻ്റെ പേർപ്പസ് എന്തായിരുന്നു, അല്ലെങ്കിൽ യുനെസ്കോയുടെ പേർപ്പസ് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ടു കോൺട്രിബ്യൂട്ട് ദ പീസ് ആൻഡ് സെക്യൂരിറ്റി ഫോർ promoting collaboration among the nations through education, science and culture in order to further universal accept for the justice, for the rule of law and for the human rights and fundamental freedom which are affirmed for the people of world without distinction of race, sex, ലാംഗ്വേജ് ഓർ റിലീജിയൻ ബൈ ദ ചാർട്ടർ ഓഫ് യുണൈറ്റഡ് നേഷൻസ്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പോലെ യുണൈറ്റഡ് നേഷൻസിനുള്ളതാണ് ചാർട്ടർ എന്ന കൺസെപ്റ്റ്. ഈ ചാർട്ടറിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എല്ലാവർക്കും ഫ്രീഡം കൊടുക്കണം. നമ്മൾ റൈറ്റ് ടു ഫ്രീഡം എല്ലാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ച പോലെ തന്നെ അവർക്കും ഉണ്ട് റൈറ്റ് ടു ഫ്രീഡം. ഫണ്ടമെൻ്റൽ ഫ്രീഡം റൈറ്റ്സ് കുറേയുണ്ട്. അതിൽ ഒരു രീതിയിലുള്ള ഡിസ്റ്റിങ്ഷനും പാടില്ല. റേസ്, സെക്സോ, ലാംഗ്വേജോ, റിലീജിയൻ ബേസ് ചെയ്തിട്ട് ഒരു വേർതിരിവുണ്ടാവരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം കൂടുതൽ പ്രാബല്യത്തിൽ വരുത്താൻ വേണ്ടിയിട്ടാണ് യുനെസ്കോ ട്രൈ ചെയ്തതും ത്രൂ ദ യുണൈറ്റഡ് ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. അതുപോലെ ഹ്യൂമൻ റൈറ്റ്സിന് കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുക്കുക, ലോസ് ആൻഡ് ജസ്റ്റിസ് മെയിൻറ്റെയിൻ ചെയ്യുക. ദീസ് ഓൾ ആർ ദ ഫങ്ഷൻസ് ഓഫ് യുനെസ്കോ. ദിസ് അബൌട്ട് യുനെസ്കോ. പിന്നെയുള്ള മൂന്നാമത്തെ ഏജൻസി നമ്മൾ പറഞ്ഞാണ് WHO. നിങ്ങൾ എപ്പോഴും കേൾക്കുന്നുണ്ടാവും. ഇപ്പോൾ കോവിഡ് പീരീഡ് കൂടെ ആയതുകൊണ്ട് WHOക്ക് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇറ്റ് ഈസ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. WHOയുടെ റിപ്പോർട്ടിങ്ങിനെ വന്നു എന്നെല്ലാം കേട്ടിട്ടുണ്ടാവും. സോ WHO is a specialized agency of UN. UNൻ്റെ തന്നെ സ്പെഷ്യലൈസ്ഡ് ഏജൻസി തന്നെയാണ്, വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി ഇൻ്റർനാഷണൽ പബ്ലിക് ഹെൽത്ത്. ഫുൾ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള പബ്ലിക് ഹെൽത്തിന് വേണ്ടി എന്ന് വെച്ചാൽ ഇതിനകത്ത് കുറേ മെമ്പർ സ്റ്റേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഏതൊരു കൺട്രിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും അതിനുള്ള സപ്പോർട്ടിങ് എയ്ഡ് കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്, സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ് WHO. And the WHO Constitution states its main objective as the attainment by all the people of the highest possible level of health. എല്ലാവർക്കും ഏറ്റവും നല്ല ഹെൽത്ത് കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യുക. ദാറ്റ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് WHO. And its headquarters is in Geneva, സ്വിറ്റ്സർലാൻഡിലാണ്. And it's having 6 regional offices and 150 field offices. കുറേ ഫീൽഡ് ഓഫീസേഴ്സും ഉണ്ട്. ഫീൽഡ് ഓഫീസേഴ്സ് പല പല സ്ഥലങ്ങളിൽ കുഞ്ഞു കുഞ്ഞ് ഓഫീസുകളായിട്ടുമുണ്ട്. അതുപോലെ റീജിയണൽ ഓഫീസായിട്ട് 6 ഉണ്ട്. ആൻഡ് ദ മെയിൻ ഫോക്കസ് ഇസ് ഹെൽത്ത് പ്രൊവൈഡ് ചെയ്യുക ഫോർ ഓൾ പീപ്പിൾ. പബ്ലിക് ഹെൽത്താണ് അവരുടെ ഫോക്കസ് ഏരിയ. ആൻഡ് they also focus for working worldwide to promote health promote ചെയ്യുക, കീപ്പിംഗ് ദ വേൾഡ് സേഫ് ആൻഡ് സെർവ് ദ വൾനറബിൾ ആയിട്ടുള്ള സൊസൈറ്റീനെ റിക്കവർ ചെയ്തെടുക്കുക. ദാറ്റ് ഇസ് എ മേജർ എയിം ഓഫ് WHO. It advocates that 1 billion more people have universal healthcare coverage, engagement with the monitoring of public health risks, coordinated responses to health emergencies and promoting health and well-being. ഇപ്പോൾ WHO ഈ റിപ്പോർട്ട് പ്രകാരം ഇങ്ങനെ വന്നു, അതുകൊണ്ട് ബാക്കി ഹോസ്പിറ്റൽസ് എല്ലാം ഈ ഒരു ഡിസിഷൻ എടുത്തു എന്നെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അവരാണ് കൂടുതൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സിന് പറ്റിയിട്ടുള്ള അഡ്വൈസ് നമ്മുടെ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് ടെക്നിക്കൽ അസിസ്റ്റൻസ് ടു കൺട്രീസ്, സെറ്റ്സ് ഇൻ്റർനാഷണൽ ഹെൽത്ത് സ്റ്റാൻഡേർഡ്. എന്താണ് ഹെൽത്ത് സ്റ്റാൻഡേർഡ്? ഇപ്പം കോവിഡ് വന്നപ്പോൾ പല ടെസ്റ്റ് റിപ്പോർട്ട്സും വന്നു, RT-PCR, ആൻറ്റിജൻ ടെസ്റ്റ് എന്നെല്ലാം. അപ്പോൾ ഇതെല്ലാം എന്തൊക്കെയാണ് സ്റ്റാൻഡേർഡ് ടെസ്റ്റുകളെന്നും ഇതെങ്ങനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമെന്ന കാര്യത്തിനെ പറ്റിയിട്ടുള്ള ഐഡിയാസ് എല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് WHO ആണ്. എ പബ്ലിക്കേഷൻ ഇസ് ഓൾസോ കോൾഡ് വേൾഡ് ഹെൽത്ത് റിപ്പോർട്ട്, പ്രൊവൈഡ്സ് അസസ്മെൻറ്റ് ഓഫ് ദ വേൾഡ് ഹെൽത്ത് ടോപ്പിക്സ്. ലോകത്തുണ്ടാവുന്ന ഹെൽത്ത് ഇഷ്യൂസിനെ പറ്റിയിട്ടൊക്കെ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു ജേർണൽ പോലെയുള്ള ഒരു പബ്ലിക്കേഷനാണ് വേൾഡ് ഹെൽത്ത് റിപ്പോർട്ട്. ഇതും ഒരു
WHO ഫംഗ്ഷനാണ്. അതുപോലെ ഇവർ കുറേ മീറ്റിംഗ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. ഒരു ഫോറം പോലെയാണ്, എന്തൊക്കെ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ട് അതൊക്കെ എങ്ങനെ സോൾവ് ചെയ്യുമെന്നുള്ള ഫോറമൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. സോ ദീസ് ആർ ദ മേജർ ഫങ്ഷൻസ് ഓഫ് യുനെസ്കോ, യുണിസെഫ് ആൻഡ് WHO. അപ്പോൾ ഒരു 3 മാർക്സ് ആണെങ്കിലും 2 മാർക്സ് ആണെങ്കിലും BC സെക്ഷനൊക്കെ വന്നാൽ നിങ്ങൾക്ക് എഴുതാവുന്നേ ഉള്ളൂ. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് ദ തേർഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തേർഡ് ക്വസ്റ്റ്യനാണ് പറഞ്ഞത്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ ആയിരുന്നു, വാട്ട് ഈസ് ICCPR? ICCPR എന്താണെന്ന്. ICCPR is also related to the human rights, that is in the fifth module. The International Covenant on the Civil and Political Rights, that is the full form for ICCPR, the International Covenant on Civil and Political Rights. It is a multilateral treaty adopted by the United Nations General Assembly in 16 December 1966. ഇതൊരു ട്രീറ്റിയാണ്. It was a treaty, covenant അല്ലേ. So it is a treaty by the United Nations General Assembly. ഇതെല്ലാം UN-ൻ്റെ തന്നെയാണ്. It came into force on 23 March 1976. അന്ന് അക്സെപ്റ്റ് ചെയ്ത് അഡോപ്റ്റ് ചെയ്തെങ്കിലും ഫോഴ്സിൽ വന്നത് ആഫ്റ്റർ 10 years ആയിരുന്നു, ഓൺ 23 March 1976. ആൻഡ് ഇതിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഇൻഡിവിജ്വൽസിന് പൊളിറ്റിക്കൽ ആൻഡ് സിവിൽ റൈറ്റ്. ഓരോ ഇൻഡിവിജ്വൽസിന് പല രീതിയിലുള്ള റൈറ്റ്സ് ഉണ്ട്. അതിൽ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ലൈക്ക് ഫ്രീഡം ഓഫ് റിലീജിയൻ, ഏത് റിലീജിയനിൽ പോകാനും, ഫ്രീഡം ഓഫ് ലൈഫ്, അസംബിൾ ചെയ്യാനുള്ള റൈറ്റും, ഇലക്ട്രൽ റൈറ്റ്സും, ഡ്യൂ പ്രോസസ്, ഫെയർ ട്രയൽ, അങ്ങനെയുള്ള എല്ലാ റൈറ്റ്സും നമ്മൾ പീപ്പിളിന് എൻഷുർ ചെയ്യണം. ദാറ്റ് ഈസ് ദ മേജർ ഫോക്കസ് ഓഫ് ദിസ് ഇൻ്റർനാഷണൽ കോവനന്റ് ഓഫ് സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്. ദെൻ about 173 countries are parties to the covenant. ഈ covenant ഈ ട്രീറ്റി സൈൻ ചെയ്തിരിക്കുന്ന 173 പേഴ്സൺസ് ഉണ്ട്, കൺട്രീസ് ഉണ്ട്, ദാറ്റ് ഈസ് റെപ്രസെൻറ്റേറ്റീവ്സ് ഫ്രം ദ കൺട്രീസ്. ICCPR is a part of the International Bill of Human Rights along with the International Covenant of Economic, Social and Cultural Rights. ഈ ICCPR പോലെ ICESCR ഉണ്ട്, ദാറ്റ് ഈസ് International Covenant on Economic, Social and Cultural Rights. സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ അല്ലാതെ സോഷ്യൽ, എക്കണോമിക് ആൻഡ് കൾച്ചറൽ റൈറ്റ്സിൻ്റെ ബോഡിയുണ്ട്. അതുപോലെ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സും ഉണ്ട്, UDHR, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. ഇതെല്ലാം പോലെ തന്നെ ഒരു പാർട്ട് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ബില്ലാണ് ICCPR. അപ്പം ഹ്യൂമൻ റൈറ്റ്സ് ബിൽ UN-ൻ്റെ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ICCPR പറയാം, UDHR പറയാം, അതുപോലെ ICESCR പറയാം. സോ ദിസ് ഇസ് അബൌട്ട് ICCPR. Okay, so this was the fifth question. And the last question, what are the types of food chains ആയിരുന്നു. ഫുഡ് ചെയിൻ എന്താണ്, ഫുഡ് വെബ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുണ്ടാവും. ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് നമ്മളൊരു ഫുഡ് ഫ്ലോ നടക്കുന്ന, എനർജി ഫ്ലോ നടക്കുന്ന ഒരു ചാർട്ടിനെ നമ്മൾ ഫുഡ് ചെയിൻ എന്ന് പറയും. സോ അപ്പാർട്ട് ഫ്രം ദാറ്റ്, ഇഫ് ദർ ഇസ് എൻ ഇൻ്റർ കണക്ഷൻ ഓഫ് ഫുഡ് ചെയിൻസ്, കുറേ ഫുഡ് ചെയിൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിട്ടുണ്ടാവും. ആ ഒരു ഇൻ്റർ കണക്റ്റഡ് നെറ്റ്വർക്കിനെയാണ് നമ്മൾ ഫുഡ് വെബ് എന്ന് പറയുക. ഈ ഫുഡ് ചെയിൻ തന്നെ 2 ടൈപ്പായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. detritus ഫുഡ് ചെയിൻ ആൻഡ് ഗ്രേസിംഗ് ഫുഡ് ചെയിൻ. ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ആണ് ദ ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ ആണ് detritus ഫുഡ് ചെയിൻ. സോ ഫസ്റ്റ് വി ക്യാൻ സീ വാട്ട് ഇസ് എ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ. This type of food chain starts from the living green plants, grows to grazing herbivores and to the carnivores. അപ്പം ഗ്രീൻ പ്ലാന്റ്സിൽ തുടങ്ങി കാർണിവോഴ്സിൽ എൻഡ് ചെയ്യുന്ന ഗ്രീൻ പ്ലാന്റ്സ്, ഹെർബിവോഴ്സ്, കാർണിവോഴ്സ്, ഇതിനെയാണ് നമ്മൾ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ എന്ന് പറയുക. ഓക്കെ, ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ആണ്. This ecosystem with such type of food chain are directly depend on an influx of solar radiation. Okay, so this type of chain does depend on the autotrophic energy capture and the movement of captured energy to the herbivores. അപ്പോൾ പ്ലാന്റ്സ് എന്നുള്ള എനർജി ഓട്ടോമാറ്റിക്കലി ആരിലേക്കായിരിക്കും പോകുന്നത്? ഹെർബിവോഴ്സിന്. ഹെർബിവോഴ്സിന് എനർജി നമ്മുടെ കാർണിവോഴ്സിലേക്ക് മാറും. ഓക്കെ, സോ ദിസ് ഫ്ലോ, എനർജി ഫ്ലോയിനെയാണ് നമ്മൾ ഗ്രേസിംഗ് ഫുഡ് ചെയിനിൽ പറയുക. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ഇക്കോസിസ്റ്റം ഇൻ നേച്ചർ ഫോളോ ദിസ്. നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഫുഡ് ചെയിൻ കൺസെപ്റ്റ് പോലും ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ആണ്. വി ആർ ഹാവിങ് പ്ലാന്റ്സ് കഴിക്കുന്ന ആനിമൽസിനെ, മീൻസ് നമ്മൾ കോഴിയൊക്കെ കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആനിമൽസ് ആണെങ്കിലും നമ്മൾ ഹാവ് ചെയ്യുന്നുണ്ട്, ലൈക്ക് ബഫ്ലോ എല്ലാം നമ്മൾ കഴിക്കുന്നുണ്ട് അല്ലേ. ബീഫ് എന്ന കൺസെപ്റ്റ് കഴിക്കുന്നുണ്ട്, ഫിഷ് കഴിക്കുന്നുണ്ട്. ഫിഷിൻ്റെ പ്ലാന്റ് ഫൈറ്റോപ്ലാങ്ക്ടൺസ് ഒക്കെയാണ് ഫിഷിൻ്റെ ഫുഡ്. അപ്പോൾ അത് ഒരു ഹെർബിവോറാണ്. ഹെർബിവോറിനെ നമ്മൾ കഴിക്കുമ്പോൾ അത് കാർണിവോറസ് ആകും. അപ്പോൾ കാർണിവോറസ് വരെയുള്ള ആ ഒരു ഫുഡ് ചെയിനെ നമ്മൾ എന്ത് പറയും? ഗ്രേസിംഗ് ഫുഡ് ചെയിൻ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ദ എക്സാമ്പിൾസ് ഓഫ് ഗ്രേസിംഗ് ഫുഡ് ചെയിൻ, ഇത് ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ഫൈറ്റോപ്ലാങ്ക്ടൺസിനെ സൂപ്ലാങ്ക്ടൺസ് കഴിക്കുന്നു, സൂപ്ലാങ്ക്ടൺസിനെ ഫിഷ് സീക്വൻസ് കഴിക്കുന്നു. And that will be eaten by the rabbit, which will be eaten by the fox or humans itself. Okay, ഈ ഒരു ഫുഡ് ചെയിനെയാണ് നമ്മൾ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ എന്ന് പറയുക. സെക്കൻഡ് കാറ്റഗറിയാണ് detritus ഫുഡ് ചെയിൻ. That is, this type of food chain goes from dead organic matter into microorganisms and then to the organized
organisms feeding on detritus and their predators. അപ്പം ഈ ഫുഡ് ചെയിനിൽ ഏറ്റവും ഡെഡ് ഓർഗാനിക് മാറ്റർ കഴിക്കുന്ന ആൾക്കാരുണ്ടാവും, മൈക്രോ ഓർഗാനിസംസ്. ആ മൈക്രോ ഓർഗാനിസത്തിൽ നിന്ന് പിന്നെ ഓർഗാനിസത്തിലേക്ക് പോകും, അതിൽ നിന്ന് പിന്നെ ഡെട്രിവോഴ്സിലേക്ക് പോകും. ഡെട്രീറ്റസ് എന്ന് വെച്ചാൽ വേസ്റ്റ് മെറ്റീരിയൽസ് കഴിക്കുന്നത്. പിന്നെ പ്രെഡേറ്റേഴ്സ് ലൈക്ക് ഈഗിൾ. ഈ ഒരു ഫുഡ് ചെയിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡെട്രീറ്റസ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ഡെട്രീറ്റസ് മാറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നടക്കുന്ന ഫുഡ് ചെയിൻ. സോ സച്ച് എക്കോസിസ്റ്റം ആർ ലെസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദ ഡയറക്റ്റ് സോളാർ എനർജി. സോളാർ എനർജി ആയിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത, ഡയറക്റ്റായിട്ട് ബന്ധമൊന്നും ഇല്ലാത്ത ഒരു ഫുഡ് ചെയിനാണ് ഡെട്രീറ്റസ്. വൈൽ ഗ്രേസിംഗ് വാസ് ഗ്രേസിങ്ങിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് ദ സോളാർ എനർജിയാണ്. ഇവിടെ അത്ര ഇമ്പോർട്ടൻസ് ഇല്ല, ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ് ഇല്ല. ദീസ് ഡിപ്പെൻഡ് ചീഫ്ലി ഓൺ ദി ഇൻഫ്ലക്സ് ഓഫ് ദ ഓർഗാനിക് മാറ്റർ ഇൻ ദ അനദർ സിസ്റ്റം. വേറെ സിസ്റ്റത്തിൽ എത്രത്തോളം ഓർഗാനിക് മാറ്റർ ഉണ്ടോ അതാണ് ഇവിടെ ഫോക്കസ് വരുന്നത്. അവിടെ ലൈറ്റ് ആണെങ്കിൽ ഇവിടെ ഓർഗാനിക് മാറ്ററാണ് ഇൻഫ്ലക്സ് വരുന്നത്. And for example, such type of food chain operate in composting accumulated litter in a temperate forest. ടെമ്പറേറ്റ് ഫോറസ്റ്റിൽ നമ്മൾ കമ്പോസ്റ്റ് പോലെ ലിറ്റർ എന്ന് പറഞ്ഞാൽ അവിടെ കിടക്കുന്ന ചപ്പും ചവറും ഒക്കെ ഇല്ലേ, ആ ലിറ്റർ ഡീകമ്പോസ് ചെയ്ത് നടക്കുന്ന ഒരു ഫുഡ് ചെയിൻ പ്രോസസ് ഉണ്ടാവുമല്ലോ, അതാണ് ഒരു ഡെട്രീറ്റസ് ഫുഡ് ചെയിൻ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്. സോ ദിസ് ആർ ദ 5 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഫ്രം ദ സെഷൻ എ. സോ ഇഫ് യു ആർ ഹാവിങ് എനി മോർ ക്വസ്റ്റ്യൻസ് ഓർ ഇഫ് യു ആർ ഹാവിങ് എനി ഡൗട്ട്സ് ഓൺ ക്വസ്റ്റ്യൻസ്, നിങ്ങൾ നോക്കുമ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഉത്തരങ്ങൾ കിട്ടാത്തതോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. മൈ നമ്പർ ഇസ്, യു ക്യാൻ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. അപ്പം നോട്ട്സ് വേണമെങ്കിലും ഈ PPTയുടെ നോട്ട്സ് വേണമെങ്കിൽ എനിക്ക് സെൻഡ് ചെയ്ത് തരാൻ പറ്റും. അതുപോലെ ബാക്കിയുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. ഓരോ സബ്ജക്ട്സിൻ്റെ ഇതേപോലെ അപ്ലോഡ് ചെയ്യും. സോ ഫസ്റ്റ് എക്സാം നിങ്ങൾക്ക് ESHR ആണ്. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ ദി എക്സാം ആൻഡ് താങ്ക് യു ഫോർ listening, and please subscribe to the channel to get the updates on the next video. Okay, so thank you all for listening.